You are watching TV Next. അത്തപ്പൂവിൻ നടുവിൽ നമ്മൾ കൂടുന്ന നേരം കൈകോർത്ത് നീ വന്നാൽ മനസ്സ് പൂത്ത നേരം മാവേലി വരും പോലെ ചിരിനീളം പകരും തുമ്പപ്പൂനറും പൂക്കൾ വീട്ടുമുറ്റം നിറയും ഓണം വന്നേ നെഞ്ചിൽ താളം ഓണം വന്നേ കണ്ണിൽ തൂവൽ ഒന്നായി പാടാം നമസ്കാരം സാർ. ഇന്ന് നമുക്ക് പുതിയൊരു ഓണം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ജനതാ ട്യൂട്ടോറിയൽ കോളേജിൻ്റെ പല ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ എല്ലാ ബ്രാഞ്ചിലെയും കുട്ടികൾ ചേർന്ന് നമ്മുടെ കാരക്കോണം സുമ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ ഒരു ഓണാഘോഷം നടക്കുകയാണ്. എന്ത് തോന്നുന്നു പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിൽ? നമ്മളെ ഈ വർഷമാണ് നമ്മൾ കാരക്കോണത്ത് മാത്രം ഉണ്ടായിരുന്ന സ്ഥാപനം നമ്മളെ കട്ടച്ചുള്ള ഉണ്ടങ്കോട് ഇങ്ങനെ 2 സ്ഥലങ്ങൾ കൂടെ തുടങ്ങാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാരക്കുളം മേഖലയിൽ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ജനത. ഞങ്ങൾ ഈ പഠന നിലവാരത്തിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തോടൊപ്പം തന്നെ അവരുടെ സാംസ്കാരികമായ കായികമായ കലാപരമായ വാസനകൾ ഇതെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഈ വർഷം തന്നെ നമ്മളെ കുട്ടികളെ എല്ലാം കൂടി ചേർത്തൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ എല്ലാ വർഷവും നമ്മൾ ഈ ഓണാഘോഷം അതുപോലെ മറ്റ് സ്ഥാപനത്തിൻ്റെ വാർഷികം ഇങ്ങനെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളിലുള്ള അവരുടെ കഴിവുകളെ ഏത് രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം മുൻ വർഷങ്ങളെക്കാൾ ഏറ്റവും വിപുലമായ രീതിയിൽ ഇങ്ങനെ ഒരു മണ്ഡപം നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ വളരെ രസകരമായിട്ട് കുട്ടികൾക്ക് ആസ്വാദ്യകരമാവുന്ന ഒരു രീതിയിൽ തന്നെ ഇവിടെ നമ്മൾ ഈ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നു. ഏത് സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ കോ വർക്കേഴ്സാണ് അല്ലെങ്കിൽ സ്റ്റാഫുകളാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലും വളരെ പ്രഗത്ഭരായ ആൾക്കാരെ മാത്രമേ സാർ തിരഞ്ഞെടുക്കുമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അധ്യാപകർ എന്ന് പറയുന്നത് സാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മികച്ച നമുക്കിവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ്. ഈ അധ്യാപകരുടെ ആ ഒരു പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരം ഒരു വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞതും നമ്മുടെ ഈ സ്ഥാപനം ഇന്ന് ഈ പ്രദേശങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് ഈ അധ്യാപകരുടെ പങ്ക് ഇപ്പോൾ ഞാനെന്ന ഒരൊറ്റ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാപനം വളരില്ല. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് നെടുന്തൂണുകൾ എന്ന് പറയുന്നത് തന്നെ നമ്മളിവിടുത്തെ അധ്യാപകരാണ്. ആ അധ്യാപകർ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ നിസ്വാർത്ഥമായ അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ആ ഒരു പ്രവർത്തനം അത് തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉണ്ടങ്കോടിൽ ഇതിൻ്റെ പാർട്ണർഷിപ്പോടുകൂടി നിൽക്കുന്ന സാറ് പ്രശാന്ത് സാറ്. അപ്പോൾ സാറ് അവിടെ കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളെയും ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ ആ ഉണ്ടങ്കോടിൻ്റെ അവിടുത്തെ നേതൃത്വം കൊടുക്കുന്ന സാറാണ്. അപ്പോൾ അവിടെയും നമുക്ക് ഏറ്റവും നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ ഈ തുടങ്ങിയ ഈ വർഷം തന്നെ ഏറ്റവും മികച്ച ഒരു രീതിയിലേക്ക് കുട്ടികളെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രത്യേകിച്ച് സാറിൻ്റെയൊക്കെ ശക്തമായ പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ മികച്ച അധ്യാപകരാണ് ഇപ്പോൾ നമ്മുടെ ജനതാ ട്യൂട്ടോറിയൽ കോളേജിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കോർഡിനേഷൻ? ഇപ്പോൾ ഉണ്ടങ്കോടിൻ്റെ ചുമതല എന്ന് പറയുന്നത് ഇപ്പോൾ പ്രശാന്തനാണെന്ന് അറിയാം. അപ്പോൾ എങ്ങനെയാണ് അതൊരു ഏകോപനം? മുരളി സാറിൻ്റെ കാലം മുതൽ തന്നെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും മികച്ച അധ്യാപന നിലവാരം, അതായത് വിദ്യാഭ്യാസത്തിൽ മികച്ച അക്കാഡമിക് നിലവാരം കാഴ്ചവെച്ച് പി ജി എങ്കിലും കഴിഞ്ഞ് പുറത്തു പോകുന്ന അത്രയും വിദ്യാഭ്യാസ നിലവാരമുള്ള 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിപ്പിക്കുന്നതിന് അത്രയും യോഗ്യതയുള്ള ആളുകളെ തന്നെ ആയിരുന്നു മുരളി സാറ് ആ സമയത്ത് ജനതയുടെ ആരംഭകാലം മുതലേ തന്നെ ഇതിനുവേണ്ടി സെലക്ട് ചെയ്തിരുന്നത്.
അതേപോലെ തന്നെയാണ് നമ്മളിപ്പോഴും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മികച്ച പഠന നിലവാരവും അക്കാഡമിക് നിലവാരവും ഒക്കെ കാഴ്ചവെച്ച് പുറത്തു വരുന്ന പോസ്റ്റ് ഗ്രാജുവേഷനെങ്കിലും കഴിഞ്ഞ ആളുകളെ തന്നെയാണ് നമ്മൾ അധ്യാപകരായിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാറുള്ളത്. അത് തന്നെയാണ് തീർച്ചയായും. മാത്രമല്ല സ്ഥാപനത്തോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ഒരു മമതാബന്ധവും തന്നെയാണ് എല്ലാ വർഷവുമുള്ള പരീക്ഷകളിലെ മികച്ച വിജയത്തിന് കാരണം. ഉണ്ടങ്കോട് ജനതയുടെ ചാർജ് വഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നേക്കാൾ ഉപരിയായിട്ട് കുട്ടികളുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള അധ്യാപകർക്ക് അതിൽ വളരെയധികം പങ്കുണ്ട്. വളരെ നല്ല അച്ചടക്കത്തിൽ തന്നെയാണ് ഈ വർഷം നമ്മൾ ജനത ഉണ്ടങ്കോട് നടത്തി പോരുന്നത്. അടുത്ത വർഷം റിസൾട്ട് വരുമ്പോൾ +1 +2 റിസൾട്ട് വരുമ്പോൾ മികച്ച നിലവാരത്തിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ട്യൂട്ടോറിയുടെ ഓണം നടക്കുന്നു. നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കൂടെ തന്നെ ആഘോഷിക്കും. എന്ത് തോന്നുന്നു? സന്തോഷം, വളരെ സന്തോഷമാണ്, അഭിമാനമാണ്. സ്ഥാപനത്തിൻ്റെ അവിടുത്തെ സ്റ്റാഫായും പിന്നെ അധ്യാപികയായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല കുട്ടികളെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള മാക്സിമം നല്ല ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഓണമായിട്ട് കുട്ടികൾക്ക് നല്ല കലാപരമായിട്ടുള്ള കായിക മത്സരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഓണാഘോഷം നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം, ഹാപ്പി ഓണം. ഞാൻ ജനതയുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ 10ാം ക്ലാസ് വരെ ജനതയിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നുന്നുണ്ട് ഇവിടെ പഠിപ്പിക്കാനായിട്ട് വന്നതിൽ. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾക്ക് സീറ്റിൻ്റെ വിവിധ കമ്പ്യൂട്ടർ കോഴ്സസ് ഒക്കെ ഉണ്ട്. സീറ്റിൻ്റെ അഫിലിയേഷനുണ്ട്. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ കോഴ്സസൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഓണം എല്ലാവർക്കും വലിയ ഉത്സവമാണ്. അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് നമുക്കും ഇതിലെല്ലാം ചെയ്യാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ കുട്ടികളോട് ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളും കുട്ടികളായിട്ട് മാറുകയും അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകാൻ ഒത്തിരി കഴിയുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. 10 ദിവസമാണല്ലോ ഓണം. അപ്പോൾ പല സ്ഥാപനങ്ങളിലായിട്ട് 10 ദിവസമായിട്ടാണ് ഇപ്പോൾ ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ 10 ദിവസം സദ്യ കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത് വളരെ സന്തോഷമാണ്. മുമ്പ് ഒരു ദിവസം വീട്ടിൽ സദ്യ കഴിക്കും. അപ്പോൾ അങ്ങനെയല്ല, എല്ലായിടത്തായിട്ട് സദ്യ കഴിക്കും. എല്ലാം അങ്ങനെ ആഘോഷമാണ് ഫുള്ള്. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും ജനത പുരോഗമിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടികളുടെ പഠന കാര്യത്തിൽ മാത്രമല്ലാതെ മറ്റു കാര്യങ്ങളിലും ഒരുപാട് കെയർ കൊടുക്കാൻ കഴിയുന്നു. ഇപ്പോൾ ജനത 3 സ്ഥാപനമായി മാറി. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. അപ്പോൾ സാറ് മേഖലയിൽ പറഞ്ഞു ഈ ശബ്ദമല്ല ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ ഭയങ്കര വിരട്ടലാണോ? പിടിച്ചു നിൽക്കണ്ടേ കുട്ടികളുടെ, അതുകൊണ്ടുള്ള അതെ ഫ്രണ്ട്സ് എന്നുള്ള ലെവലിലാണ്. ക്ലാസ്സിൽ നമ്മൾ അധ്യാപകമായിട്ട് മാറും അല്ലേ? അല്ലാതെ രക്ഷയില്ല ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി അനുസരിച്ച്. ഓക്കെ, താങ്ക് യു ടീച്ചർ, താങ്ക് യു. ഹാപ്പി ആണ് എല്ലാവർക്കും, ഹാപ്പി. എൻ്റെ പേര് ഹരിശങ്കർ. ഏത് വിഷയമാണ്? ഞാൻ മാത്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ജനതയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഞാനിപ്പോൾ കുറച്ച് മാസങ്ങളെ ആകുന്നുള്ളൂ. എങ്ങനെയാണ് ഈ എഡ്യൂക്കേഷൻ മേഖലയിലോട്ട് വന്നത്? താല്പര്യമുണ്ടായിരുന്നു. പിന്നെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖല തന്നെ ചൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ ജനതയുടെ ഓണാഘോഷം ഒന്ന് കാരക്കോട സുമ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് കുട്ടികളോടൊപ്പം. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഓണാഘോഷങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ മികച്ച രീതിയിൽ കുട്ടികൾക്ക് നല്ല സന്തോഷം, നമുക്കും അതേപോലെ തന്നെ ഇരട്ടി സന്തോഷം. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ പേര് റെജിനോൾഡ്. ഓക്കെ, എത്ര കാലമായി ഒരു അധ്യാപനം? ഞാൻ അധ്യാപക ഫീൽഡിൽ വന്നിട്ട് 33 വർഷം. 33 വർഷം, വളരെ വലിയ. അതെ അതെ. ഇതിനിടയിൽ ഒരു കുറേ കാലം സർക്കാർ സർവീസ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുൾ ടൈം. അപ്പോൾ സർക്കാർ സർവീസ് കഴിഞ്ഞിട്ടും നമുക്ക് വീട്ടിലിരിക്കാൻ തോന്നില്ല. മാത്രമല്ല സർക്കാർ സർവീസിലുള്ള സമയത്തും അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അതെ കുട്ടികളുമായിട്ട് അതൊരു 4 ചവറുകൾക്കുള്ളിലുള്ള ഒരു അത് ഒരു എന്നെക്കാളും നമുക്ക് പിള്ളേരോടെ ഇങ്ങനെ നടന്നിട്ട് നമുക്ക് വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പം ഇതിൽ ഈ മേഖലയിൽ വന്നതുകൊണ്ട് വളരെയേറെ പ്രയോജനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏതൊരു സർക്കാർ ഓഫീസിലോ ഏതൊരു ഹോസ്പിറ്റലിലോ എവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാറൊന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് വരാൻ എവിടെയെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും. സാറിൻ്റെ പഴയ കാലത്തെ ഓണവും ഇപ്പോഴത്തെ കുട്ടികളുടെ ഓണവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓണത്തിൻ്റെ പഴയ സങ്കല്പങ്ങളൊക്കെ മാറിപ്പോയി. കാരണം ഇപ്പം ഇല്ല ഈ കച്ചവടത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാം അങ്ങനെയായി മാറി. പലപ്പോഴും ഇങ്ങനെയാണ്. മറ്റേ ഈ നാടൻ പൂക്കൾ ശേഖരിച്ച്
മനസ്സിലല്ലേ പിന്നെ ഈ ഓണസദ്യ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, കാരണം അതൊരു കൂട്ടായ്മയുടെ ഒരു വീട്ടിൽ ഓണാഘോഷം എന്ന് പറയുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. ഇന്ന് അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. ഇന്ന് റെഡിമെയ്ഡ് ഓണം എന്ന് തന്നെ പറയാം. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം പോലും ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ ഇരിക്കുക, സമയത്ത് എത്തും. അതെ, അങ്ങനെ അതെങ്ങനെയുള്ള ആഘോഷിക്കുന്നുണ്ട്. അതെ അതെ ഉണ്ട് 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 അതെ അതെ ആഘോഷമുണ്ട്. അതിന് കുറവില്ല. പിന്നെ ഈ പണത്തിന്റെ ഒരു ആഘോഷം അത്രേ ഉള്ളൂ. അങ്ങനെയാണ് കച്ചവടവൽക്കരിക്കപ്പെട്ടതുപോലെ അങ്ങനെ ഒരു തോന്നല്. ഓക്കെ സാർ, എന്തായാലും ഓണാശംസകൾ, എല്ലാവിധ ആശംസകളും. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇടപെടാനായിട്ട് വലിയ പേടിയാണ്. മനസ്സ് നിറയാം, ചേർന്ന് ചിരിച്ചാൽ സന്തോഷം വരും. നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം മധുരം. ഓടിയിൽ മീൻ വന്നു, അടുക്കള പുഞ്ചിരി, നെയ്യപ്പം മണം കാത്ത് മുറ്റത്ത് വീറുന്നീറി. കതിരിൻ പൊന്നോളിയിൽ കുട്ടികളോടട്ടെ, തുമ്പികളായി നമ്മൾ ഇന്നത്ര പാടട്ടെ. ഓണം വന്നേ, നെഞ്ചിൽ താളം. ഓണം വന്നേ, കണ്ണിൽ തൂവൽ. ഒന്നായി പാടാം ഈ വീട്ടിൽ. ഓണം ഓണം പാടാം, പൂക്കളം തീർക്കാം. ഓണം ഓണം കൂടാം, മനസ്സ് നിറയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.